ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റാണ്. ലൈവിലാണെങ്കിൽ അലറി വിളിച്ചുകൊണ്ട് കരയുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അലറി വിളിച്ചുകൊണ്ട് കരയുമ്പോൾ തന്നെ ജാസ്മിനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഇങ്ങനെ മൈക്കിടാതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് ഒരു തവണ വാണിംഗ് കൊടുത്തു ജാസ്മിൻ മൈക്ക് ധരിക്കേണ്ടതാണെന്ന്. പക്ഷേ അത് അനുസരിച്ചില്ല. ജിൻഡോ ഇങ്ങനെ പല ആളുകളുടെ അടുത്തും പറയുന്നുണ്ട് അവൾ മൈക്കിടാതെ സംസാരിക്കുന്നു, നമ്മുടെ ജാസ്മിൻ്റെ അടുക്കലും ഒന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് വീണ്ടും അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ജിൻഡോ വന്നിട്ട് ജാസ്മിൻ കിടക്കുന്ന റൂമിൻ്റെ ഡോർ തുറന്നിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്നലത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ പറഞ്ഞിട്ട് മൈക്ക് ധരിക്കണം അതായതെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ അലറി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ബിഗ് ബോസ് ഒരു ജാസ്മിനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ റൂമിലേക്കും പോകുന്നില്ല, എനിക്ക് പുറത്ത് പോയാൽ മതി എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ ജാസ്മിൻ നിൽക്കുകയായിരുന്നു. അപ്പോഴുണ്ടെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ റൂമിലേക്ക് വരാൻ വേണ്ടി വിളിപ്പിച്ചപ്പം ജാസ്മിനും കൂടെ അപ്സരയും റംസിനും കൂടെ കൺഫ്യൂഷൻ റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസുമായിട്ട് സംസാരിച്ച സമയത്ത് ബിഗ് ബോസ് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാം എന്ന രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും അപ്സര പറഞ്ഞു കുറച്ച് നാളത്തേക്ക് ബിഗ് ബോസിൽ നിന്ന് ജാസ്മിനെ മാറ്റി നിർത്തിയാൽ, ഒരാഴ്ച മാറ്റി നിർത്തിയാൽ ശരിയാവുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു ഫൈനൽ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും അപ്ഡേറ്റുകൾ എന്ന് അറിയാൻ സാധിക്കും. ഇപ്പം നിലവിൽ ഗബ്രിയാണെന്നുണ്ടെങ്കിൽ ഒതുങ്ങി ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്നു. ജാസ്മിൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്നാണ് പറയുന്നത്. ആ ഒരു ഉറച്ച തീരുമാനത്തിലാണ് ജാസ്മിൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്